ജീവിത അനുഭവങ്ങൾ. 2 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹവും സന്തോഷവും ഉത്സാഹവും നൽകിക്കൊണ്ടിരുന്ന ജീവിത അനുഭവങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 2026 മെയ് മാസത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. 2024 മാർച്ച് മാസം വരെ കൃത്യമായിട്ട് ജീവിത അനുഭവങ്ങളുടെ എപ്പിസോഡ് എല്ലാ ആഴ്ചകളിലും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. വളരെ യുണീക്കായിട്ട് ദൈവം നൽകിയ ഒരു ആലോചനയായിരുന്നു. ഇതുപോലെ ഇരുന്ന് സാവധാനം മലയാളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഓരോ ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. അതൊത്തിരി പേർക്ക് ഇന്നും ബ്ലെസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സൺഡേ ഒരു ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു, പാസ്റ്ററിൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ ഒത്തിരി കേൾക്കുകയും അതിലൂടെ ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞതിൽ എനിക്കൊത്തിരി സന്തോഷം. അപ്പോൾ 2 വർഷം എന്തുകൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്നു? ദൈവത്തിന് നന്ദിയല്ലാതെ, ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അല്ലാതെ വേറെ ഒന്നും ഈ കഴിഞ്ഞ 2 വർഷത്തെ ഓർത്ത് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ ഒക്കാത്ത രീതിയിൽ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിച്ച് അനുഗ്രഹിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചിന്തിക്കാതിരുന്ന സമയത്ത് ഏപ്രിൽ മാസം 2024 21 ദിവസത്തെ ചർച്ചിലെ ഫാസ്റ്റിംഗ് പ്രെയർ ഒരു ഉണർവായി മാറും എന്നൊരിക്കലും ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. കർത്താവ് ഉണർവായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും, ഉപവസിക്കുവാനും കർത്താവ് പറഞ്ഞതെങ്കിലും, ആ ഉപവാസത്തിൻ്റെ അകത്ത് ഒരു ഉണർവ് വരും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 2 വർഷം ദൈവം എന്നെ നടത്തിയ വഴികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ജീവിത അനുഭവങ്ങളുടെ പ്ലാറ്റ്ഫോം തന്നെ എടുത്താൽ 2020 സമർപ്പിച്ച ആ പഴയ ചർച്ച് ഹാളിൽ, ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ഇന്നിത് റെക്കോർഡ് ചെയ്യുന്ന ഹോപ്പ് ഇൻ ജീസസ് ഇൻ്റർനാഷണൽ റിവൈവൽ സെൻറ്ററിലെ പുതിയ റെക്കോർഡിംഗ് സ്പേസിൻ്റെ അകത്തുമെല്ലാം ദൈവം നടത്തിയ 2 years ഓർത്ത് നന്ദി പറയാനാണ് ഈ എപ്പിസോഡ് ഞാൻ ദൈവത്തിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. റിവൈവലിനെ കുറിച്ചും അതിനുശേഷമുണ്ടായ ചർച്ച് ഗ്രോത്തിനെ കുറിച്ചും പുതിയ റിവൈവൽ സെൻറ്ററിനെ കുറിച്ചും ഏറ്റവും അവസാനം ഇപ്പോൾ നടന്ന ഓസ്ട്രേലിയൻ ഉണർവിനെ കുറിച്ചുമൊക്കെ നിങ്ങൾ പല ചാനലിലൂടെ കേട്ടായിരുന്നു. എന്നാലും ഒരു തേർഡ് പേഴ്സൺ എന്ന നിലയിൽ ഇത് കണ്ടു നിന്നാൽ ഉണ്ടാകുന്ന ദൈവീകമായ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഈ എപ്പിസോഡിൽ ഷെയർ ചെയ്യാം. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് വചനം അനുസരിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. അതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം വളരെ ഉയർന്നതായിരിക്കണം. പുതിയ നിയമത്തിൻ്റെ ഒരു കീ വേഴ്സ് തന്നെ ഇതാണ്: എൻ്റെ നീതിമാൻ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നുള്ള. അപ്പോൾ കാണുന്ന ലോകത്തിൽ നിന്നും കാണാത്ത ലോകത്തെ അനുഭവിക്കുക, അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ആ തലത്തിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവിക പ്രവൃത്തികളെ കണ്ട് ജനം വിശ്വസിച്ചുവെങ്കിൽ, പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിലും ദൈവിക പ്രവൃത്തികളെ കണ്ട് തന്നെയാണ് യേശുവിൽ ജനം വിശ്വസിച്ചതെങ്കിലും, പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വചനം നമ്മൾ ഓർക്കുക. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? ദൈവമുണ്ടോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവം തന്നെയാണോ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനെല്ലാം മറുപടിയായിട്ടാണ് കഴിഞ്ഞ 2 വർഷം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങളും. ഏപ്രിൽ മാസം 18-ാം തീയതി
2024 ബാംഗ്ലൂരിൽ ആരംഭിച്ച ഹോളി സ്പിരിറ്റ് റിവൈവൽ, ആ 100 ദിവസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചകളായിരുന്നു അസാധാരണമായിട്ടുള്ള, ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന്, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലായിരുന്ന ദൈവ സാന്നിധ്യവും ദൈവമഹത്വവും അതിൻ്റെ പരിമിത ഫലങ്ങളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. 52ാമത്തെ ദിവസം വരെ ഞാൻ ഓർക്കുന്നു, ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും മീറ്റിംഗ്. ഞാനൊരു പാസ്റ്ററിൻ്റെ മകനായിട്ട് ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു പക്ഷേ വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായി, ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ 24/7 52 ഡേയ്സ്. അതിൽ പ്രത്യേകിച്ച് ആ വലിയൊരു ഇമ്പാർട്ടേഷൻ സർവീസ് ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബ്ലെസ്സിങ് ആയതിനെക്കുറിച്ച് ഞാൻ ഓർക്കും. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത യേശുവിനെയാണ് അനുഭവിച്ചത്. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ പോയപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത 14ാമത്തെ വയസ്സ് മുതൽ 90ാമത്തെ വയസ്സ് വരെ അനുഭവിച്ച യേശുവിനെ അല്ല, പത്മോസ് ദ്വീപിൽ പോയപ്പോൾ എന്നോട് സംസാരിക്കുന്ന ശബ്ദം എന്തെന്നറിയുവാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 7 നിലവിളക്കിൻ നടുവിൽ നിന്ന് ആ യേശു ഇതുവരെ അല്ലാത്തതുപോലെയായിരുന്നു. ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രി 37 വർഷം തികയുന്ന ഈ വർഷത്തിൽ ചെറുപ്പം മുതലേ ഡാഡിയുടെ ശുശ്രൂഷ കണ്ട് വളർന്ന വ്യക്തി എന്ന നിലയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിനെയാണ് ഞാൻ വ്യക്തിപരമായി ആ റിവൈവലിൻ്റെ അകത്ത് അനുഭവിച്ചത്. എൻ്റെ ചർച്ചിൽ റിവൈവൽ വന്നു എന്നുള്ളതിനേക്കാളും എല്ലാം അധികം എനിക്ക് കർത്താവിനോടൊരു ഭയങ്കര ഇൻറ്റിമസി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി. ഒരു ഭയങ്കര സ്നേഹം. അതിന് മുന്നും സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലെ അല്ല ആ റിവൈവൽ വന്നതിന് ശേഷമാണ്. ആ ദൈവവുമായിട്ടുള്ളൊരു ഭയങ്കര സ്നേഹം എൻ്റെ ലൈഫിൽ ഒത്തിരി ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തു. ഒരു പക്ഷേ മിനിസ്ട്രിയോടുള്ള സ്നേഹം കുറഞ്ഞു, താല്പര്യം കുറഞ്ഞില്ല. ആ ഒരു സോൾട്ടൈ ഉണ്ടോ മിനിസ്ട്രിയുമായിട്ട് പോലും. എൻ്റെ ചർച്ച്, എൻ്റെ മിനിസ്ട്രി, എൻ്റെ പ്രസംഗം അതൊക്കെ അങ്ങ് മാറി. അതിനേക്കാളും ഒക്കെ അപ്പുറം എനിക്ക് യേശുവിനെ മതി എന്നൊരു വലിയ ആഗ്രഹവും കൊതി. ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഫാമിലിക്കകത്ത് പോലും ഒരു നെഗറ്റീവായിട്ട് ഞാൻ പറയുകയല്ല, ഒരു ഇൻറ്റിമസി കുറവ് സംഭവിച്ചു. ഞാൻ വീണ്ടും പറയുന്നത് നെഗറ്റീവായിട്ടല്ല. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഫാമിലിയെക്കുറിച്ചുള്ള കൺസേൺ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞു. കാരണം ഇൻറ്റിമസിക്കകത്ത് ഞാനും യേശുവും അല്ലാതെ വേറെ ആരും എനിക്ക് കാണാൻ ഒക്കുന്നില്ല. അതിൻ്റെ അകത്ത് ഗ്രീഷ്മയോ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും കാണാൻ ഒക്കുന്നില്ല. അതുപോലൊരു 1-to-1 റിലേഷൻഷിപ്പാണ് യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ നിന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം കുടുംബം വേണ്ടാന്നോ കുഞ്ഞുങ്ങൾ വേണ്ടാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പൗലോസൊക്കെ ആ തരത്തിൽ ജീവിച്ചതാണ്. എന്നെയൊന്നും കർത്താവ് പൗലോസിനെ പോലെ അല്ല വിളിച്ചിരിക്കുന്നത്. വിവാഹം കഴിക്കുവാനും ഭാര്യയും മക്കളെയും പുലർത്തുവാനും ഒക്കെ ആ ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ആ സെൻസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വളരെ ഹൈ ലെവൽ ഓഫ് ഇൻറ്റിമസി. അതിനു മുന്നേ ചർച്ചിലുണ്ടാകുന്ന ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം, ടീം വർക്ക്, ടീമായിട്ട് നിൽക്കുക, ഗ്രൂപ്പ്, നല്ല സന്തോഷത്തോടു കൂടി ആയിരിക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. അതിനോടൊക്കെ ഒരു താല്പര്യക്കുറവ് ഇപ്പോൾ സംഭവിച്ചു. അതിനോട് ഇഷ്ടക്കുറവല്ല, ഒരു കർത്താവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ടാത്ത ഒരു അനുഭവത്തിലേക്ക് കയറുകയാണ്. അതെൻ്റെ സ്പിരിച്വൽ ലൈഫിനെ വളരെയധികം മാറ്റി എന്ന് തന്നെ ഉറച്ച് പറയാനായിട്ട് സാധിക്കും. എൻ്റെ മിനിസ്ട്രിക്കകത്ത് തന്നെ അത് ഞാൻ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ഇവാലുവേഷൻ ഉണ്ടല്ലോ. പറയുന്ന മെസ്സേജസ്, ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒക്കെ വളരെ വ്യത്യസ്തമായി. ആ 2024 കഴിഞ്ഞ് ആ റിവൈവലിൻ്റെ ആ ഒരു എൻഡ് ടൈമിൽ ഞാൻ കേട്ട ദൈവശബ്ദമാണ് ഇന്ത്യ ടു നേഷൻസ്. ഇന്ത്യ ടു നേഷൻസ് കേട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് സാമച്ചൻ പാസ്റ്റർ ഇമ്പാർട്ടേഷൻ സർവീസിൽ പ്രവചിച്ചു, ഇനി അടുത്ത മൂവ് ഡൽഹി പട്ടണത്തിൽ ഉണ്ടാകും. അങ്ങനെ 75ാമത്തെ ദിവസം പാസ്റ്റർ അൻകിത് സാജവാന്റെ ചർച്ചിൽ ഒരു ബാറ്റൺ കൈമാറുന്ന പ്രോസസ്സ് കർത്താവ് പറയുകയും അങ്ങനെ ആ 100 മീറ്റർ ഓടി അടുത്ത മീറ്ററുകൾ ഓടുവാൻ ആ ദൈവദാസന്റെ കയ്യിലൊരു ബാറ്റൺ കൈമാറുവാൻ സ്വർഗീയമായിട്ടുള്ളൊരു ഡിവൈനായിട്ടുള്ളൊരു കാര്യം കർത്താവ് സഹായിച്ചു. ഇന്ന് ആ ദൈവദാസനെ ഇന്ത്യയുടെ ബില്ലി ഗ്രഹമായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം. ബാംഗ്ലൂരിലെ ഒരു ചെറിയ ചർച്ചിൽ നടന്ന്
ഒരു ദൈവികമായ ഉണർവിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടായതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. ഇന്ത്യ ടു നേഷൻസ് UK ആരംഭിച്ചു. കാനഡയിൽ പോയപ്പോൾ അസാധാരണമായിട്ടുള്ള ദൈവസാന്നിധ്യം കണ്ടു. അയർലൻഡിൽ കണ്ടു, US കണ്ടു. US പ്രെയർ ഡ്രൈവ് നടത്തുവാൻ ഈ 2 വർഷത്തിൻ്റെ അകത്ത് കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ മുൻപേ. ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ചെയ്തതല്ല. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ച് തിരിച്ച് ഡാലസിലൊരു ഹോട്ടലിൽ ഞാൻ താമസിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ടീമായിട്ട് വരണം. അമേരിക്കയുടെ വെസ്റ്റ് മുതൽ ഈസ്റ്റ് വരെ നീ ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിക്കണം. 2023 ഇന്ത്യ മുഴുവൻ ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ജീവിതാനുഭവങ്ങളിൽ ഞാൻ പറഞ്ഞതല്ലേ. നേപ്പാൾ വരെ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഗ്രീഷ്മ, എൻ്റെ കുഞ്ഞുങ്ങളന്ന് നേപ്പാൾ വരെ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്ത് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ പ്രെയർ ടീം അർബേനിയ വാനിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പ്രാർത്ഥിച്ച് 2023 അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിരിക്കാം ഒരു പക്ഷേ 24 ആ റിവൈവൽ. അങ്ങനെ US ബോസ്റ്റണിൽ നിന്നും ആരംഭിച്ച സാറ്റാനിക് ചർച്ച് ബോസ്റ്റണിലാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാം. ആ ചർച്ചിൻ്റെ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് അവിടെ നിന്നും ആരംഭിച്ച് ലോസ് ആഞ്ചലസിലെ അസൂസ റിവൈവൽ നടന്ന് ആ ഭവനത്തിൽ ചെന്ന് അവസാനിപ്പിച്ചത് ഒരിക്കലും മറക്കാനൊക്കാത്ത അനുഭവങ്ങളായിരുന്നു. ആ ട്രിപ്പിൽ ഞാനും ഗ്രീഷ്മയും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിശയിപ്പിച്ച ഏറ്റവും വലിയ കാര്യം, ഞങ്ങൾ പോലും അറിഞ്ഞില്ല ആ ട്രിപ്പിൽ ഗ്രീഷ്മ തൻ്റെ 40ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഉണർവിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വേർഡ് ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഫാമിലിയെക്കുറിച്ചുള്ള കൺസേൺ കുറഞ്ഞെങ്കിലും ദൈവസ്നേഹം അവിടെയും വർദ്ധിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, യേശുവുമായിട്ട് നമ്മൾ എത്രത്തോളം സ്നേഹബന്ധത്തിലാകുമോ അത്രത്തോളം സ്നേഹം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തും വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ഞാൻ നിങ്ങളേക്ക് ഉത്സാഹിപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് യേശുവിനെ അങ്ങ് ഒത്തിരി സ്നേഹിക്കണം. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് നന്നായിട്ടൊന്ന് അറിയണം. ആ സ്നേഹം അറിയുകയും ആ സ്നേഹത്തിൽ നമുക്ക് മുൻപിലേക്ക് പോകുവാനും എല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും. അങ്ങനെ ആ പ്രെയർ ഡ്രൈവ് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും മൈലുകൾ അമേരിക്കയിൽ പോവുക, 12 പേരുള്ള ടീമുമായിട്ട് പ്രാർത്ഥിക്കുക, പാസ്റ്റർ ആൽവിൻ തോമസ് കൂടെ വരിക, പാസ്റ്റർ ജിമ്മി തോമസ് കൂടെ വരിക. അമേരിക്കയിലെ 2 പ്രധാനപ്പെട്ട ചർച്ചസിനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടതനുസരിച്ച് അതിനെ മുഴുവൻ അവർ സപ്പോർട്ട് ചെയ്യുകയും സ്പോൺസർ ചെയ്യുകയും ഒരു ഭയങ്കര മിറാക്കുലസ് ജേണിയാണ് റിവൈവലിന് ശേഷം. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാതെ, ഗ്ലോറിയെക്കുറിച്ച് ഇത്രയും കാലം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഗ്ലോറി റലത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന അനുഭവങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷം. അതിനുശേഷം 2024 നവംബറിൽ ഈ പുതിയ ചർച്ച് ഹാള് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. എൻ്റെ ഹൃദയം ഒത്തിരി സന്തോഷിക്കും. ഓപ്പൺ ഹെവൻസ് നടത്തി. പാസ്റ്റർ എബ്രഹാം വർഗീസ് ബെതേലേജിയിൽ നിന്നും വന്ന് ഇതിനെ പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്തു. വളരെയധികം ദൈവസാന്നിധ്യത്തോടുകൂടെ ചർച്ച മുൻപിലേക്ക് പോകുന്നു. അതിൻ്റെ അകത്ത് പറഞ്ഞ പല ദൈവിക ആലോചനകൾ പ്രവചനങ്ങളായിട്ട് പാസ്റ്റർ ടിജോ തോമസിലൂടെയും പാസ്റ്റർ സാമച്ചനിലൂടെയും കൺഫേം ചെയ്ത സ്കൂള്, മെഡിക്കൽ സെൻറ്റർ. പിന്നെ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പറയത്തില്ല, വി ആർ ലിവിങ് ഇൻ ദ ബെസ്റ്റ് ഫേസ് ഓഫ് അവർ ലൈഫ്, അല്ലെങ്കിൽ വി ആർ ലിവിങ് ഇൻ ദ ഡ്രീംസ് ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത് പോലെയാണ് ഈ കഴിഞ്ഞ 2 വർഷം ജീവിത അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 2025 ഒരിക്കലും മറക്കാനൊക്കാത്ത വർഷമായി മെയ് മാസം 22-ാം തീയതി ഈ റെക്കോർഡിംഗ് നടക്കുന്ന ഈ ആഴ്ചകളിൽ ദൈവം എനിക്കും എൻ്റെ ഭാര്യ ഗ്രീഷ്മയ്ക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ 4ാമത്തെ കുഞ്ഞായി തിയോക്ലിയെ ദൈവം ദാനമായി നൽകി. തിയോക്ലി എന്ന പേരിട്ടത് എൻ്റെ മകനാണ്, പോൾ. ദൈവം അവൻ്റെ മേലൊരു അപ്പോസ്റ്റലിക് കോളിംഗ് ഉണ്ട്. പരിശുദ്ധാത്മാവ് കൊടുത്ത പേരാണ് തിയോക്ലിയ. വളരെ യുണീക്ക് നെയിം, ഗ്ലോറി ഓഫ് ഗാഡ്. അങ്ങനെ തിയോക്ലിയ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. ഇപ്പോൾ 6 അംഗ കുടുംബമായി. 2024 2 വർഷം മുൻപ് ഞാൻ ജീവിതാനുഭവങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ 5 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ 6 പേര്. തിയോക്ലിയ ജനിച്ചതോടുകൂടെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറി, ഡൈനാമിക്സ് മാറി. ഭയങ്കര ജോയ്. ഒരു വലിയ പർപ്പസിലാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. മൂത്ത കുഞ്ഞുങ്ങൾ മെച്യൂറായി, അടുത്തൊരു തലമുറയെക്കുറിച്ച് കൺസേൺഡായി, അടുത്ത തലമുറയെക്കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ 2025 ഒരു ബ്യൂട്ടിഫുൾ ഗ്ലോറിയസ് ഇയറായി.
പോയ എല്ലാ സ്ഥലങ്ങളിലും വേർഡിൻ്റെ റെവലേഷനും പ്രസൻസും ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നു. ഈ 2024 UK പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓസ്ട്രേലിയയിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. 2018-ലും 2019-ലും ഞാൻ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. എന്നാൽ ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഫ്ലാഗ് എൻ്റെ വീട്ടിൽ ബെഡ്റൂമിൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇട്ട് 1 വർഷം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇൻവിറ്റേഷൻ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതും 2026 ജനുവരി മാസം 16, 17, 18 3 ദിവസം മെൽബണില് മൾഗ്രേവ് എന്ന് പറയുന്ന മൾഗ്രേവ് ശവക്കോട്ട, വലിയ ശവക്കോട്ടയാണ്. വലിയ ശവക്കോട്ട എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടക്കണമെങ്കിൽ തന്നെ 3-4 കിലോമീറ്റർ ഉണ്ട്. അത്ര വലിയ ശവക്കോട്ടയാണ്. ശവക്കോട്ടയുള്ള സ്ഥലത്ത് ദൈവം ഒരു ഉണർവായിക്കും എന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമാണ് ഏപ്രിൽ 18 ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ നമ്മുടെ പഴയ ചർച്ച് ഹാളിൽ പാസ്റ്റർ റൈസൺ തോമസ് ശുശ്രൂഷിക്കുമ്പോൾ ആരംഭിച്ച ആ ഉണർവ് കണ്ടു നിൽക്കുവാൻ ദൈവം കൃപ നൽകി. അന്ന് ഒരു റിവൈവൽ ഹോസ്റ്റ് ചെയ്ത പാസ്റ്റർ എന്ന ലേബല് എനിക്ക് കിട്ടി. കാരണം അതിന് തൊട്ട് മുൻപേ ജോൺ കിൽപാട്രിക് പാസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു ഇമ്പാർട്ടേഷൻ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഗ്രേസ് നൽകി 100 ദിവസം ആ റിവൈവൽ ലക്ഷക്കണക്കിന് 3 മില്യൺ ആളുകളെയാണ്, ഞാൻ നമ്പർ വളരെ കുറച്ചാണ് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ 3 മില്യൺ ആളുകളെ പരിശുദ്ധാത്മാവ് ദൈവം അതിലൂടെ സ്പർശിച്ചിട്ടുണ്ട്. 2025 യുഗാണ്ടയിൽ പോയപ്പോൾ പാസ്റ്റർ ബെനിഹിൻ എന്നെയും പാസ്റ്റർ ഫിനി സ്റ്റീഫനെയും വിളിച്ച് വീണ്ടും തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു ഇമ്പാർട്ടേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ഒരു ഉണർവ് ആരംഭിച്ചു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആ ഉണർവ് ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാർവിൻ എന്ന സ്ഥലത്തേക്ക് പോകുവാനും ഡാർവിനിലൊരു ഉണർവുണ്ടാകുമോ എന്നൊക്കെ പ്രവചിക്കുവാനും ഞാൻ അങ്ങനെ ഒരു പ്രവാചകനല്ല. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പോലും അറിയുന്നില്ല അത് പ്രവചനമാണ്, പക്ഷെ യഥാർത്ഥത്തിൽ അത് പ്രൊഫറ്റിക് വേർഡായിരുന്നു. അങ്ങനെ ദൈവം മഹത്വപൂർണ്ണമായിട്ട് നടത്തി ഓസ്ട്രേലിയയിൽ ഉണർവ് സംഭവിച്ചു. 77 ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പാസ്റ്ററായത് 27-ാമത്തെ വയസ്സിലാണ്. 44 years ആയിപ്പോൾ എനിക്ക്. എൻ്റെ ഇത്രയും വർഷത്തെ പാസ്റ്ററൽ മിനിസ്ട്രിക്കകത്ത് 77 ദിവസം ചർച്ചിൽ നിന്നും മാറി നിൽക്കുക, എൻ്റെ 3 കുഞ്ഞുങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഇന്ത്യക്ക് പുറത്ത് അത്രയും ദിവസം ഞാൻ ഒരിക്കലും താമസിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. കാരണം എപ്പോഴും തിരിച്ച് ചർച്ചിൽ വരണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അസാധാരണമായിട്ട് മഹത്വപൂർണമായിട്ട് ദൈവം തന്ന എല്ലാ അനുഭവങ്ങൾക്കായിട്ടും സ്തോത്രം. വളരെ ഇൻറ്റിമേറ്റായി, വളരെ ആഴത്തിൽ ഇപ്പോൾ യേശുവിനെ ഏതൊക്കെയോ മേഖലകൾ അനുഭവിക്കുവാനും മനസ്സിലാക്കാനും കഴിയുന്നു. അതൊരു അസാധാരണമായ ജീവിത അനുഭവമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ 2 ഉണർവുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസം ഉണർവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വർദ്ധിച്ചു. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ ലൈഫിൽ 12 ഉണർവുകൾ സംഭവിക്കും. ഞാനതിന് യോഗ്യനാണെന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് പാസ്റ്റർ അനിൽ അടൂറിൻ്റെ ഒരു പുതിയ പാട്ട്, രാവിലും പകലിലും. അതിൻ്റെ 2nd സ്റ്റാൻസയിൽ പറയുന്നത് ഇങ്ങനെയാണ്: പലരെയും മറികടന്ന് എന്നരികെ വന്നു. ആയിരക്കണക്കിന് രോഗികൾ ഉണ്ടായിരുന്ന ബെഥസ്ത കുളക്കീഴിൽ യേശു ഒറ്റ വ്യക്തി അന്വേഷിച്ചു പോയതുപോലെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത്. യോശുവ 12 കല്ലുകൾ യോർദാന്റെ അവിടെ നിന്നും പറക്കി അതൊരു സ്മാരകമായി വെച്ചു എന്ന് പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ കർത്താവ് ഒരു ബോധ്യം നൽകി. റിവൈവൽ ബ്രേക്കൗട്ട് ആയപ്പോൾ ഞാൻ ഉപയോഗിച്ച മൈക്ക് സൂക്ഷിച്ചു വയ്ക്കണം. അങ്ങനെ ബാംഗ്ലൂരിൽ ഉപയോഗിച്ച മൈക്ക് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മേശയ്ക്കകത്തുണ്ട്. ഓസ്ട്രേലിയയിൽ ഞാൻ ഗസ്റ്റ് സ്പീക്കറായിട്ട് പോയതാണ്. അവിടെ ഉപയോഗിച്ച മൈക്കും ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വിശ്വാസം വലുതായി. ഇപ്പോൾ എവിടെ ചെന്നാലും ഒരു ഉണർവ് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. ഒരു ദിവസത്തെ മീറ്റിങ്ങിനൊക്കെ വിളിച്ചാലും പെട്ടിക്കകത്ത് ഒരു 3-4 ഡ്രസ്സൊക്കെ ആയിട്ട് ഇപ്പോൾ പോകുന്നത്. ഓസ്ട്രേലിയയിൽ സംഭവിച്ചത് 7 ദിവസത്തേക്ക് പോയതാ. റിവൈവൽ ബ്രേക്കൗട്ടായി 77 ദിവസം നിന്നപ്പോൾ
ആ ചർച്ചിലുള്ളവരും എല്ലാവരുമാണ് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്ക് ഡ്രസ്സ് പോലും വാങ്ങിച്ചത്, ഷൂ പോലും വാങ്ങിച്ചു. അത്രയായിട്ട് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര കരുതലാണ് ഞാൻ അനുഭവിച്ചത്, ദൈവത്തിൻ്റെ വലിയ പ്രോവിഡൻസ്. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു വലിയ ഫെയ്ത്ത് ലൈഫിൽ വർദ്ധിച്ചു. ഈ ജീവിതാനുഭവങ്ങൾ വീണ്ടും തുടങ്ങുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചതിൻ്റെ റീസൺ, ഒത്തിരി പേര് ഉണർവുമായിട്ട് ബന്ധപ്പെട്ട പ്രവചനങ്ങളും ആഗ്രഹങ്ങളും കൊതിയുമൊക്കെ ഉണ്ട്. വിട്ടുകളയരുത്. അറ്റ് വൺ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ. വിശ്വസിച്ചു കൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരു ദിവസം അത് സംഭവിക്കും. ഓസ്ട്രേലിയയിൽ ഉണർവുണ്ടായ ആ ചർച്ചിൻ്റെ പാസ്റ്റർ സെഡ്രിക് ലെബ്രോയ് ശ്രീലങ്കക്കാരനാണ്. അദ്ദേഹം നമ്മൾ ആംഗ്ലോ ഇന്ത്യൻ എന്നൊക്കെ പറയുന്നത് പോലെ ശ്രീലങ്കൻ ആംഗ്ലോ ശ്രീലങ്കനാണ്. ബർഗ് അങ്ങനൊരു വേർഡ് അത് പറയുന്നത് എൻ്റെ ഓർമ്മ. 16-ാമത്തെ വയസ്സിൽ പാസ്റ്റർ പി ഡി ജോൺസന്റെ മിനിസ്ട്രിക്ക് അത് രക്ഷിക്കപ്പെട്ടു. ആരോ സ്പോൺസർ ചെയ്ത് SABC ബാംഗ്ലൂർ ബൈബിൾ കോളേജിൽ 70s വന്ന് പഠിച്ച് തിയോളജി കംപ്ലീറ്റ് ചെയ്ത് തിരികെ പോയി അസംബ്ലീസ് ഓഫ് ഗോഡിലെ 21 വയസ്സുള്ള പാസ്റ്ററായി. 26-ാമത്തെ വയസ്സിൽ പാസ്റ്റർ കോൾട്ടൺ എന്ന് പറയുന്ന ഒരു ശക്തനായ ദൈവദാസൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സൂപ്രണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ 26-ാമത്തെ വയസ്സിൽ ശ്രീലങ്കയുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ജനറൽ സെക്രട്ടറിയായി. ഉണർവിനെ കുറിച്ച് 21-ാമത്തെ വയസ്സ് മുതൽ പ്രസംഗിച്ചു, വിശ്വസിച്ചു. ഉണർവ് വരുമെന്ന് വിഷൻസ് കണ്ടു. അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഈ മെൽബണിലെ ചർച്ചിലെ 40-ാമത്തെ വർഷത്തിന്റെ പാസ്റ്റർ ആയിരിക്കുമ്പോൾ ഈ വർഷം അദ്ദേഹം റിസൈൻ ചെയ്ത് ഇനി മതി, 72-ാമത്തെ വയസ്സ് മതി എന്ന് തീരുമാനിക്കുമ്പോഴാണ് ദൈവം റിവൈവൽ അയച്ചത്. അബ്രഹാമിന് ഇസഹാക്കിന് കൊടുത്തതുപോലെ ദൈവം ആ ചർച്ചിൽ റിവൈവൽ അയച്ചു. അതിനൊരു കാരിയറായി കർത്താവ് എന്നെ ഉപയോഗിച്ചു. ഇന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ പിതാവിൻ്റെ സെയിം ഏജാണ്. ഒരു പിതാവിന് മകനെ പോലെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാൻ, ബാംഗ്ലൂരിലാണെങ്കിലും ഒരു പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ പോലും എനിക്ക് ഒരു മുൻ പരിചയമില്ല, അദ്ദേഹത്തിന് എന്നെയും പരിചയമില്ല. ഞങ്ങളിന്ന് ഒരു അപ്പനെയും മകനെയും പോലെ ദൈവമാക്കി തീർത്ത ഒരു ദൈവത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ച് നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാനും ഓർമ്മിപ്പിക്കുവാനുമാണ് ഈ ജീവിത അനുഭവങ്ങൾ ചെയ്യുന്നത്. 2 വർഷം ദൈവം നടത്തിയ വഴികൾ വളരെ അസാധാരണം. ലിവിങ് ഇൻ ദ ബെസ്റ്റ് ടൈം ഓഫ് അവർ ലൈഫ്, ലിവിങ് ഇൻ ദ ഡ്രീംസ് ഓഫ് അവർ ലൈഫ്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്, നല്ലതും ഉയർന്നതുമായിട്ടുള്ള പദ്ധതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ വേലയിലാണോ, ഉണർവിൽ വിശ്വസിക്കുന്നയാളാണോ, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നയാണോ, നിങ്ങൾ ഒരിക്കലും തെല്ലും നിരാശപ്പെടരുത്. നിങ്ങൾ സന്തോഷത്തോടു കൂടി ആയിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, ശുശ്രൂഷകളെ ക്രമീകരിക്കുക, സഭയെ ക്രമീകരിക്കുക. ഏതോ ഒരു ടൈമിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റിവൈവലിനെ അയക്കും. ഈ വലിയ ചർച്ച് ഹാൾ പണിയുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വീണ്ടും റിവൈവൽ അയക്കും. അപ്പോൾ ഞാനിപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, വളരെ കൊതിയോടുകൂടെ വെയിറ്റ് ചെയ്യാം. പണ്ടത്തെക്കാളും ആഗ്രഹം വർദ്ധിച്ചിരിക്കുക. പണ്ട് ഞാൻ US പോകുമ്പോൾ റിവൈവൽ നടന്ന എല്ലാ സ്ഥലങ്ങളിലും പോയിരിക്കും. ഒത്തിരി മീറ്റിംഗ്സ് എടുക്കുന്നതിനേക്കാളും 1-2 മീറ്റിംഗ്സ് മാത്രം ഓക്കെ പറഞ്ഞിട്ട് ദൈവസാന്നിധ്യത്തിൽ പോയിരിക്കും. അടുത്ത ആഴ്ച എൻ്റെ കൂടെ ടീമിൽ വർക്ക് ചെയ്ത ഡാനി എന്ന് പറയുന്ന മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. 2016 മുതൽ എൻ്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ മിഷൻ ടീമിൽ വർക്ക് ചെയ്തേ. ആ മകളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അടുത്ത എവിടെ പ്രോഗ്രാം കിട്ടുമെന്നല്ല ഞാൻ US നോക്കിയത്. കർത്താവേ, റിവൈവലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ കണ്ടത് ഒരു റിവൈവൽ കോൺഫറൻസ് ഫോർ പാസ്റ്റേഴ്സ്. 7 ദിവസത്തെ രാവും പകലും റിവൈവലിനെ കുറിച്ച് മാത്രം സ്പീക്ക് ചെയ്യുന്നു, ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വളരെ ഉത്സാഹഭരിതനാണ്. അപ്പോൾ കർത്താവ് നമ്മളെ കണ്ടിരിക്കുന്ന ആ ലൈനിലാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും കുറിച്ചും ദൈവത്തിന് അസാധാരണമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരുടെ ലൈഫിലും ഉണർവുമായിട്ട് ബന്ധപ്പെട്ട ജീവിത അനുഭവങ്ങൾ തീർച്ചയായിട്ടും തരും. നിങ്ങൾ കർത്താവിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞത് യെശയ്യാവ് 49:1 മുതൽ 6 വരെ വീണ്ടും വീണ്ടും ധ്യാനിക്കാനാണ്. കോസ്റ്റ് ലാൻഡ്സിൽ റിവൈവൽ ഉണ്ടാകും. നിങ്ങൾ ഒരുപക്ഷെ ഒരു കോസ്റ്റ് ലാൻഡിൽ നിന്നാണ് കാണുന്നത്. കോസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തീരമുള്ള ഏത് രാജ്യവും കോസ്റ്റ് ലാൻഡാണ്. ഇന്ത്യക്ക് തീരമുണ്ട്, സമുദ്ര തീരമുണ്ട്, കോസ്റ്റ് ലാൻഡാണ്. അമേരിക്കയ്ക്കുണ്ട്, കാനഡയ്ക്കുണ്ട്, ഓസ്ട്രേലിയയ്ക്കുണ്ട്. ഐലൻഡും കോസ്റ്റ് ലാൻഡാണ്, കാരണം തീരമുള്ളതാണല്ലോ. UK കോസ്റ്റ് ലാൻഡ്, നൈജീരിയ കോസ്റ്റ് ലാൻഡ്. കോസ്റ്റ് ലാൻഡുകളിൽ അസാധാരണമായിട്ടുള്ള റിവൈവൽ ഉണ്ടാകും. നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ ഈ ജീവിത അനുഭവങ്ങൾ
ഏതെങ്കിലും ഒരു കോസ്റ്റ് ലാൻഡിൽ നിന്നാണ് കാണുന്നതെങ്കിൽ വിശ്വസിച്ച ആമേൻ പറയുക, സ്വീകരിക്കുക. യെശയ്യാവ് 49:1 മുതൽ 6 വരെ വിശ്വസിക്കുക. യാക്കോബിന് വേണ്ടി മാത്രമല്ല, റെമനന്റിന് വേണ്ടി മാത്രമല്ല, ജാതികൾക്കായി ഭൂമിയുടെ അറ്റത്തോളം നിന്നെ ഞാനൊരു വെളിച്ചമാക്കും എന്ന് ദൈവം പറയുന്നു. ഞാനൊരിക്കലും ചിന്തിച്ചില്ല. എൻ്റെ 27-ാമത്തെ വയസ്സിൽ ബാംഗ്ലൂരിൽ ഒരു ചെറിയ ചർച്ച ആയിട്ട് ആരംഭിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ അന്ന് ചിന്തിച്ചു പോലുമില്ല ഒരു ദിവസം റിവൈവലിന് വേണ്ടി ദൈവം എന്നെ നിർത്തുമെന്നുള്ളതോ. ആയിരക്കണക്കിന് ആളുകൾക്ക് ലോകത്തിൽ പല ഭാഗങ്ങൾക്ക് ബ്ലെസ്സിങ് ആക്കി തീർക്കുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. കഴിഞ്ഞ ദിവസം ഞാൻ യുഗാണ്ടയിൽ ശുശ്രൂഷിച്ചിട്ട് വന്നു. പരിശുദ്ധാത്മാവ് അസാധാരണമായിട്ട് മൂവ് ചെയ്തു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അടുത്ത വർഷത്തെ അവരുടെ കോൺഫറൻസിന് അവരിപ്പോഴേ ഡേറ്റ് പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു വലിയ ടീം വരണം എന്ന് പറയുന്നു. എൻ്റെ ലൈഫിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. സാധാരണ ആഫ്രിക്കക്കാർ പറയും, നിങ്ങൾ ഒരാൾ വന്നാൽ മതി, അതും നിങ്ങൾക്കുള്ള ചിലവ് ഞങ്ങൾക്ക് തരാൻ ഒക്കത്തില്ല. ഇതങ്ങനെയല്ല. ദൈവം ആ പാരഡൈം ഷിഫ്റ്റ് തന്നിരിക്കുന്നു. ജൂലൈ മാസം സൗത്ത് സുഡാനിൽ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട്. ഈ വർഷത്തിൻ്റെ അവസാനമോ അടുത്ത വർഷം ആദ്യമോ ലൈബീരിയ എന്ന സ്ഥലത്തിൽ പോവാം, ആഫ്രിക്കയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റിവൈവലുമായിട്ട് ബന്ധപ്പെട്ട് വാതിലുകൾ തുറക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്നത്തെ ജീവിത അനുഭവങ്ങളുടെ എപ്പിസോഡ് കേട്ട് എല്ലാവരുടെ ലൈഫിൽ ഈ ഐസയ 49:1-6 കണക്ട് ചെയ്ത് അടുത്ത 15 ഇയേഴ്സിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഒരു വലിയ ഉണർവുണ്ടാകും എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകി. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം, സഭയായിട്ട് വിശ്വസിക്കാം, ചേർന്ന് നിൽക്കാം, ഒരു വലിയ ഉണർവിൽ പങ്ക് ആയി തീരാം. ഇന്നത്തെ ഈ ജീവിത അനുഭവത്തിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഇതിനെ നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുക, ചർച്ച് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഉത്സാഹഭരിതരായി ഉണർവിന് വേണ്ടി നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാനും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ജീവിത അനുഭവങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് എപ്പിസോഡായി 2 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഒരു ഡീറ്റെയിൽഡ് എപ്പിസോഡായി കാണുന്നതുവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.